പ്രിയ പ്രേക്ഷകരെ, ഇന്ത്യയിൽ നിർമ്മിച്ച സാങ്കേതിക വിദ്യകൾ ഇന്ന് ലോകരാജ്യങ്ങൾ സ്വന്തമാക്കാൻ ക്യൂ നിൽക്കുകയാണ്. ഒരു കാലത്ത് വിദേശ രാജ്യങ്ങളെ മാത്രം ആശ്രയിച്ചിരുന്ന ഇന്ത്യ ഇന്ന് ആഗോള പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ ശക്തിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങൾ കൊണ്ട് രാജ്യം കൈവരിച്ച ഈ ചരിത്ര നേട്ടം വരും വർഷങ്ങളിൽ 15 ലക്ഷം കോടി രൂപയുടെ വിദേശ നിക്ഷേപവും വരുമാനവും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ പോകുമെന്ന വലിയ വാർത്തയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണ് ഇതിന് പിന്നിലെ രഹസ്യം? എങ്ങനെയാണ് ഇന്ത്യ ഈ അത്ഭുതം സാധ്യമാക്കിയത്? നമുക്ക് ഈ വീഡിയോയിലൂടെ ആഴത്തിൽ തന്നെ പരിശോധിക്കാം. ലെറ്റ്സ് ചെക്ക് ഇൻ ഡീറ്റെയിൽ. വെൽക്കം ടു ദി പോയിന്റ്. ഇന്ത്യയുടെ ഈ കുതിപ്പിന് ഏറ്റവും വലിയ കരുത്തു പകരുന്നത് നമ്മുടെ സ്വന്തം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ്. വർഷങ്ങൾക്ക് മുൻപ് ലോകത്തെ ഏറ്റവും വലിയ ഇറക്കുമതി രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ. എന്നാൽ ഇന്ന് ആ ചിത്രം പൂർണ്ണമായി മാറിയിരിക്കുകയാണ്. ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കുന്ന അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾ ഇന്ന് ലോകത്തിന് മുന്നിൽ മാതൃകയാവുകയാണ്. നമ്മുടെ സ്വന്തം പൊതുമേഖലാ സ്ഥാപനങ്ങളായ ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്നിവയ്ക്കൊപ്പം സ്വകാര്യ മേഖലയിലെ L&T പോലെയുള്ള വമ്പൻ കമ്പനികളും ഈ രംഗത്ത് വലിയ മുന്നേറ്റമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വിമാനങ്ങൾ, അത്യാധുനിക ആശയവിനിമയ സംവിധാനങ്ങൾ, ശാസ്ത്രീയമായ ഉപകരണങ്ങൾ എന്നിവയാണ് പ്രധാനമായും കയറ്റുമതി ചെയ്യുന്നത്. ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ കയറ്റുമതി ഇതിനോടകം തന്നെ 38,424 കോടി രൂപ കടന്നിരിക്കുകയാണ്. 2028-29 സാമ്പത്തിക വർഷത്തോടെ ഇത് 50,000 കോടി രൂപയാക്കി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. ഇതൊരു ചെറിയ നേട്ടമല്ല, മറിച്ച് ഇന്ത്യൻ സാങ്കേതിക വിദ്യകളുടെ മികവിനുള്ള ആഗോള അംഗീകാരം തന്നെയാണ്. വിദേശ രാജ്യങ്ങൾ ഇന്ന് തങ്ങളുടെ പ്രതിരോധ ആവശ്യങ്ങൾക്കായി ഇന്ത്യയെ ആശ്രയിക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഇതിന് പ്രധാന കാരണം നമ്മുടെ സാങ്കേതിക വിദ്യകളുടെ വിശ്വാസ്യതയും ചെലവ് കുറഞ്ഞ രീതിയിലുള്ള നിർമ്മാണവും തന്നെയാണ്. ഗുണനിലവാരത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കുറഞ്ഞ ചെലവിൽ ഉൽപ്പന്നങ്ങൾ നൽകാൻ ഇന്ത്യക്ക് സാധിക്കുമെന്നതും എടുത്തു തന്നെ പറയേണ്ട ഒരു വസ്തുതയായി നിലനിൽക്കുന്നുണ്ട്. ഇനി വരാൻ പോകുന്ന 5 വർഷം ഇന്ത്യയെ സംബന്ധിച്ച് ചരിത്രപരമായ മാറ്റങ്ങളുടേത് തന്നെയായിരിക്കും. 15 ലക്ഷം കോടി രൂപയുടെ വലിയൊരു സാമ്പത്തിക അവസരം തന്നെയാണ് ഈ മേഖലയിലുള്ളത്. പ്രതിരോധ മേഖലയ്ക്കായി സർക്കാർ നടത്തുന്ന വലിയ തുകയുടെ ചെലവുകൾ രാജ്യത്തെ നിർമ്മാതാക്കൾക്ക് കൂടുതൽ കരുത്തു നൽകുന്നുണ്ട്. സ്വന്തം രാജ്യത്ത് തന്നെ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിലൂടെ വിദേശ വിപണികളിലെ വിലക്കയറ്റത്തിൽ നിന്നുള്ള ആശങ്കകളും ഒഴിവാകുന്നുണ്ട്. ഇത് ലക്ഷക്കണക്കിന് യുവാക്കൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും രാജ്യത്തിന്റെ വ്യാവസായിക വളർച്ചയെ വേഗത്തിലാക്കുകയും ചെയ്യുമെന്നതാണ്. ഇത് വെറും ഒരു സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഇന്ത്യയുടെ നയതന്ത്രപരമായ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനും ഈ മാറ്റം സഹായിക്കുന്നുണ്ട്. മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിലൂടെ രാജ്യം കൂടുതൽ സ്വയം പര്യാപ്തമാകുന്നു എന്നതാണ്. ആഗോളതലത്തിൽ ഇന്ത്യയുടെ പ്രതിച്ഛായ ഉയർത്താനും സമാധാനപരമായ സഹകരണത്തിന് മുൻകൈയെടുക്കാനും നമുക്ക് സാധിക്കുമെന്നതാണ്. ഇന്ത്യയുടെ ഈ മുന്നേറ്റം ഓരോ ഭാരതീയനും അഭിമാനിക്കാവുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് പ്രിയ പ്രേക്ഷകരുടെ വിലയേറെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം താഴെ കമന്റിലൂടെ. മറ്റൊരു വീഡിയോയുമായി കാണാം. ജയ് ഹിന്ദ്.